അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ വ്ളോഗ് കണ്ടാലോ? ഓക്കേ. അപ്പോൾ ഇതാ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ കാണിക്കുകയാണ്. ഇവർ രണ്ടാളും എണീച്ചിട്ടില്ല കേട്ടോ. ചെറിയ ആളും വലിയ ആളും എണീച്ചിട്ടില്ല. മിന്നൂട്ടി മാത്രം മദ്രസയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് നേരെ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം ഞാൻ നേരെ കിച്ചണിലോട്ടാണ് കയറുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടാണുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നലത്തെ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ചൂടാക്കാൻ വെക്കുകയാണ്. കുട്ടികൾക്ക് ഇന്ന് ലഞ്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ആ കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ദോശയാണ്. പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള വാട്ടർ ബോട്ടിലിൽ വെള്ളം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ മിന്നുവിൻ്റെയും അസ്ലുൻ്റെയും ബോട്ടിലാണ്. അവർക്ക് രണ്ടാൾക്കും ബോട്ടിലിൽ വെള്ളം സെറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും മിന്നൂട്ടിയും മദ്രസയിൽ നിന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ അവിടെ ലൈറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല, ഓഫായിരുന്നു. അതുകൊണ്ടാണ് ഇരുട്ട് കണ്ടത്. അപ്പോൾ മിന്നൂട്ടി മദ്രസയിൽ നിന്ന് വന്നു. നമുക്ക് ദോശൻ്റെ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ഫുഡും കാര്യങ്ങളും കൊടുക്കണം. അതിൻ്റെ ഇടയിൽ തന്നെ അവർക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പും കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ വെള്ളം ചൂടാക്കി വെച്ചിട്ടാണ് കുളിക്കാറുള്ളത് കേട്ടോ. അങ്ങനെ മിന്നൂട്ടി കുളിക്കാൻ കയറിയിട്ടുണ്ട്. അസ്ലു എണീച്ചിട്ടുണ്ട്. ആസിമും എണീച്ചു ഫ്രഷായി എൻ്റെ കൂടെ കിച്ചണിൽ വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് കുടിക്കാനുള്ള പാല് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾ അതിന് വാങ്ങിച്ച് രാവിലെ എണീച്ച് വന്ന ആൾക്കത് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഒരു എനർജി ബൂസ്റ്റ് ആവുന്ന ഒരു ലെവലാണ്. അപ്പോൾ അവർക്കത് കൊടുത്തു. ഇനി ഇവർക്ക് രണ്ടാൾക്കും ഫ്രഷായി മാറ്റാനുള്ള ഡ്രസ്സും കാര്യങ്ങളും എടുത്ത് വെച്ചു. നമുക്ക് റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീനിങ് മീൻസ് ഹെവി ക്ലീനിങ് ഒന്നുമല്ല. ഇപ്പം നമ്മൾ ഈ കിടന്ന് എണീച്ചത് കൊണ്ട് ആ പുതപ്പ് കാര്യങ്ങൾ അതുപോലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ തുടങ്ങണം. അപ്പോൾ അവർക്ക് ഫുഡും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർ റെഡി ആവേണ്ട സെക്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാര്യമായിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാനൊന്നുമില്ല. നമ്മുടെ നോർമൽ ഒരു വീട്ടിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ്, അതെൻ്റെ ഫുൾ ഡേ ഒന്നുമില്ല, കുറച്ച് നേരത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ സ്കൂളിലേക്ക് കൊണ്ടുപോയി വിടുന്നതും സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വരുന്നതും അങ്ങനെ ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് ലെങ്തി ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കണ്ട. അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ജനൽ തുറന്നിടണം. കർട്ടൻ മാറ്റി ജനൽ തുറന്നിട്ടാൽ തന്നെ നമുക്ക് റൂമിലേക്ക് കുറച്ചൊരു വെളിച്ചവും കാര്യങ്ങളും കിട്ടും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. മിന്നൂട്ടിനെ റെഡിയാവുള്ള കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിന്നൂട്ടിക്ക് മുടി ചീവി കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ അതും കൂടെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങി. റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തുള്ള വീഡിയോ ആണ് കേട്ടോ അത്. അത് കഴിഞ്ഞു അവരെയൊക്കെ കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് എൻ്റെ ചായ ഫുഡ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഒരു ക്ലൈമറ്റ് ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അധികം മഴയില്ലാത്തൊരു ടൈമാണ്, എന്നാലും ആ ഒരു തണുപ്പ് പോയിട്ടില്ല. അതിന് ശേഷം നമുക്ക് വീട്ടിൻ്റെ മുറ്റം അടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഡ്യൂട്ടികൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഇങ്ങനെയുള്ള പണികളൊക്കെയാണ്. അപ്പോൾ മുറ്റം അടിക്കൽ, പിന്നെ എൻ്റെ കുഞ്ഞു തോട്ടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. തോട്ടം എന്ന് പറയാനൊന്നുമില്ല, ചെറിയൊരു ഗാർഡൻ. അപ്പോൾ ഞാൻ ഉള്ളിൽ കുടിക്കാനുള്ള വെള്ളം കാര്യങ്ങൾ അതിൻ്റെ ഒപ്പം നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാണ് നമ്മുടെ കുഞ്ഞു പൂച്ച. അതായത് ഏതോ ഒരു പൂച്ചയാണ് നമ്മുടെ വീട്ടിലെ പൂച്ചൻ്റെ കൂടെ ഫ്രണ്ടായിട്ട് കളിക്കാൻ വരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ ആസിം പറയുന്നത് സിംബ എന്നാണ് എൻ്റെ വീട്ടിൻ്റെ പൂച്ചൻ്റെ പേര്. സിംബൻ്റെ കൂട്ടുകാരെന്നാണ് പറയാറുള്ളത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാനുള്ളതൊന്നുമില്ല. നമ്മുടെ മോർണിംഗ് റുട്ടീനും കാര്യങ്ങളും പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചണിൽ പാത്രം കഴുകൽ സെക്ഷൻസ് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് മുറ്റം ബാക്കിൽ അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കിൽ അടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ആ അടിക്കലും സെക്ഷൻസൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുട്ടികളുടെയും എല്ലാവരുടെയും തുണിയൊക്കെ വാഷ് ചെയ്തു. അത് ഉണക്കാനിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പുറത്തുള്ള പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉള്ളിൽ ഒന്ന് അടിക്കലുണ്ട്. തറ അടിച്ച് വാരണം, അതുപോലെ തറ തുടയ്ക്കണം. ആ പണികളൊക്കെയാണ് ഇനി ഉള്ളത്. പിന്നെ അതിൻ്റെ ഇടയിലൂടെ ആസിം ഉണ്ടായിരുന്നു. അപ്പോൾ ആസിമിന് ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ സെക്ഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ആസിമിനെ കുളിപ്പിക്കണം. അതൊന്നും എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, സോറി. അങ്ങനെ നമ്മുടെ തുണി ഉണക്കാനിടുന്ന സെക്ഷൻസ് ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു വാരിയ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഉള്ളിൽ തുടച്ച് വിടുകയാണ്. അപ്പോൾ അമ്മ പുറത്ത് ഒരാൾ ഇങ്ങനെ വന്നപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, റിലേറ്റീവാണ്. എളാപ്പ വന്നപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഉച്ചയ്ക്ക് മിന്നുവിനെ വിടും. അസ്ലുവിനുള്ള ലഞ്ചും കൊണ്ടാണ് പോകണം. അസ്ലുവിന് ഈവനിങ് വരെ ഉണ്ട്. അപ്പോൾ അസ്ലുവിനുള്ള ലഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അസ്ലം ഗ്രൗണ്ടിലായിരുന്നു. അപ്പോൾ ആൾക്കത് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് ബായ് പറഞ്ഞിട്ട് നമുക്ക് പോവാം. അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബായ്, താങ്ക്സ്.